ഹലോ ഫ്രണ്ട്സ്, ഇന്നലത്തെ ലൈവിൽ കൺസാണ് കേട്ടോ. അപ്പം നമ്മൾ അനുമോളി ഇരുന്നുകൊണ്ട് ശാരികയുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ വന്നത്. ഞാൻ രാത്രികളിൽ തന്നെ പിന്നെ ബസ്സോ ട്രെയിനോ എങ്ങനെയാണോ രാത്രി ഇത് എല്ലാവരും ഇരിക്കുന്ന സമയത്ത് ഞാൻ നിന്ന് യാത്ര ചെയ്തിട്ടുണ്ട്. അത്രയും കൂടെ പൈസ കളയണ്ടല്ലോ എന്ന് ഓർത്ത് അങ്ങനെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് എനിക്കുള്ളതൊക്കെ. പിന്നെ എന്തായാലും ഈ ഒരു ഷോയിലേക്ക് വന്നതുകൊണ്ട് ഞാൻ നല്ല സ്ട്രോങ് ആയി. ഇനി എനിക്ക് എവിടെയും പിടിച്ചു നിൽക്കാൻ പറ്റും. ഓക്കെ, എൻ്റെ ജീവിതത്തിലുണ്ട് നല്ല കാര്യങ്ങളും ചീത്തയായ കാര്യങ്ങളും. ചിലപ്പോൾ ഈ ഷോ കഴിയുമ്പോൾ എന്നെ സ്നേഹിച്ചവർ ചിലപ്പം എന്നെ വെറുത്തൊന്ന് വരാൻ, ഇഷ്ടമില്ലാതായെന്ന് വരാം. ചിലപ്പോൾ എനിക്ക് ഒരുപാട് എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ ഞാൻ എന്നെ വെള്ളപൂശിയൊന്നും കാണിക്കാൻ പോകണമെന്നില്ല. ഞാൻ എനിക്ക് ഉള്ളതുപോലെ തന്നെ ഞാൻ പറയുകയും ചെയ്യും. എന്നെ ഇഷ്ടപ്പെടുന്നവരൊക്കെ എന്നെ ഇഷ്ടപ്പെട്ടാൽ മതി. എനിക്ക് എന്തായാലും എവിടെയാണേലും ഉറച്ചു നിന്ന് ജീവിക്കാനുള്ള എല്ലാ എന്താ പറയുന്നത് സ്ട്രെങ്തും ഞാൻ ഈ ബിഗ് ബോസ് സീസൺ 7 ആർജിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ എല്ലാത്തരം ആൾക്കാരെയും കണ്ടിട്ടുമുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. അവരുടെയൊക്കെ മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള എല്ലാ ശക്തിയും കഴിവുകളൊക്കെ ഞാൻ ഇതിൽ കൂടെ ആർജിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ എന്നെ ഏതൊരു സിറ്റുവേഷനിൽ കൊണ്ടിട്ടാലും ഞാൻ പിടിച്ച് നിൽക്കും. എനിക്ക് കരകയറാൻ പറ്റും. എനിക്കറിയാം ഓരോരുത്തരുടെ അടുത്ത് എങ്ങനെയാണ് പെരുമാറേണ്ടത്. ഓരോരുത്തർ പിന്നെ ചിലപ്പം ഫേക്കായിട്ട് വന്ന് നമ്മളോട് സംസാരിക്കും, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് നല്ലതായിട്ട് സംസാരിക്കും. പക്ഷേ ഇതൊക്കെ തിരിച്ചറിയാനുള്ള കഴിവും ബുദ്ധിയും ബോധമൊക്കെ എനിക്കുണ്ട്. ഞാൻ മണ്ടിയൊന്നുമല്ല. എല്ലാവരും ഓർത്തിരിക്കുന്നതിന് അനുമോൾക്കൊന്നും മനസ്സിലാവില്ല, അനുമോൾക്ക് ആരെയും മനസ്സിലായിട്ടില്ല എന്നൊക്കെയാണ് അനുമോൾ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ശരികയുടെ അടുത്ത് പറയുന്നത്. അപ്പോൾ എന്തായാലും അനുമോൾ ഇതിൻ്റെ ഈ ബിഗ് ബോസ് സീസണിൽ നിന്ന് നല്ലൊരു പാഠവും പഠിച്ചിട്ടുണ്ട്. അതുപോണക്ക് തന്നെ പുറത്തിറങ്ങിയാൽ എങ്ങനെ ജീവിക്കണം എന്നും അവൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് എന്നാണ് അവളിപ്പോൾ അവളുടെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പം ഇവരിങ്ങനെ ഇരുന്ന് വർത്തമാനം പറഞ്ഞപ്പോഴത്തേന് അകത്ത് വേറെ ആൾക്കാരുടെ കുരു പൊട്ടിയിട്ടുണ്ട്. ആരുടെയാണ്? നമ്മുടെ ആദില നൂറ. ഇവർ ശരിക്കും അനുവിനെ എന്തു പറയുന്നത് യൂസ് ചെയ്ത് എന്ന് പറയാം. കാരണം അവരുടെ ഓരോ കാര്യങ്ങൾക്കും ഇതിനൊക്കെ ആയിട്ട് അവിടെ നടക്കുന്ന ഇവിടെ അത് അറിയാനൊക്കെ ആയിട്ട് അനുമോളുടെ ചുറ്റും പിടിച്ച് അനുമോളെയും കൊണ്ട് എല്ലാം പറയിപ്പിച്ച് കേട്ടെടുക്കും. എന്നുവെച്ചിട്ട് അനുമോൾ അങ്ങോട്ട് മാറുമ്പം തിരിച്ചിരുന്ന് അനുമോളെ കുത്തുന്ന ആൾക്കാരാണ്. എന്തായാലും ഈ ഒരു സംഭാഷണത്തിലൂടെ അനുമോളുടെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും പുറത്തു കൊണ്ടുവരുന്നുണ്ട്. അതായത് തീയിൽ മുളച്ചത് വെയിലത്ത് വാടില്ല എന്ന് പറയുന്ന ആ ഒരു പഴഞ്ചൊല്ല് യഥാർത്ഥമാവുക. കാരണം നമ്മൾ ഒരുപാട് സ്ട്രഗിളിൽ കൂടെ പിടിച്ചു നിന്ന് ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ വരുന്ന കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. എന്തു വലിയ മല വന്നെന്ന് പറഞ്ഞാലും നമ്മൾക്ക് അതിനെ ശരിക്കും ഫേസ് ചെയ്യാൻ പറ്റും. അതുപോണക്ക് തന്നെയാണ് ഇപ്പം നമ്മുടെ അനുമോൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർ എന്ത് കാണിച്ചാലും ഇനി എനിക്ക് ഒന്നും എന്നെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. കാരണം ഞാൻ എല്ലാവരും നന്നായിട്ട് പഠിക്കുകയും ചെയ്തു. ജീവിക്കാനും എങ്ങനെയാണെന്ന് എനിക്കറിയാം. ഇനി എവിടെ കൊണ്ടിട്ടാലും ഏത് സാഹചര്യത്തിൽ കൊണ്ട് ഇപ്പം ഞാൻ വിവാഹം കഴിച്ചൊരു വീട്ടിലേക്ക് പോവുകയാണോ, ഐ നോ ഹൗ ടു സ്റ്റാൻഡ് ദെയർ, ഹൗ ടു മാനേജ് ദം. ഏതൊരു സിറ്റുവേഷൻ ആയിക്കോട്ടെ ഞാൻ അവിടെ പിടിച്ച് തന്നെ നിൽക്കും. എന്തായാലും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ബിഗ് ബോസിനോട്, എനിക്കിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നത്. ഇതിൽ കൂടെ എന്തായാലും നമുക്ക് മനസ്സിലായി, തളർത്താൻ നോക്കിയാൽ അങ്ങനെ തളരുന്ന ആളല്ല കേട്ടോ അനുമോൾ എന്നായിട്ട്, അല്ലേ?